ഇത് ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാട്ടോ. ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഈ വീഡിയോ ഞാൻ കണ്ടില്ലായിരുന്നു, ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂട്ടത്തങ്ങ് ഇട്ടേക്കാന്ന് കരുതി. അമ്മയ്ക്ക് ചീമ നൈറ്റി എടുത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അത് കുറച്ച് വലുത്, അങ്ങനെ മാറ്റി വാങ്ങാനായിട്ട് ഞങ്ങൾ നേരെ നൈറ്റി കടയിലേക്ക് വന്നതാണ്. എങ്ങും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. കളിക്കാട് അമ്മയൊക്കെ പോയ ശേഷം ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മ കുറേ ദിവസമായി ചീമ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇപ്പോഴാണ് ആ നൈറ്റി ഇട്ട് നോക്കിയത്. ഇട്ട് നോക്കിയപ്പോൾ ഓൾട്ടർ ചെയ്യാൻ ഒന്നിനും പറ്റാത്ത അത്രയും വലുത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞെങ്കിൽ വാ നമുക്ക് പോയി മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ഇത് തോന്നിയിട്ട് ഞാനും ചീമയും കൂടെ പോയതാട്ടോ നൈറ്റി വാങ്ങാനായിട്ട്. കേശവദാസപുരത്തുള്ളൊരു നൈറ്റി കട, നൈറ്റി മേളയെന്നോ അങ്ങനെ എന്തോ, നൈറ്റി മേളയല്ല അതുപോലത്തെ ഒരു കട, അവിടെയാണ് വന്ന് ചീമ നൈറ്റി വാങ്ങി കൊടുത്തത് കേട്ടോ. അങ്ങനെ നൈറ്റിയും വാങ്ങി. സച്ചുവിൻ്റെ അമ്മൂമ്മയ്ക്ക് തോർത്തെന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഓണക്കോടി എടുക്കുന്നതിൻ്റെ കൂട്ടത്ത് എന്തോ തോർത്തും കണ്ട് അവർ കൊടുക്കും കേട്ടോ. അപ്പോൾ തോർത്ത് വാങ്ങിയില്ലായിരുന്നു, അതും കൂടെ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ഐഡിയ ഉദിച്ചു. പെട്ടെന്ന് ഉദിച്ചതല്ല, നാളെ ഒരു കല്യാണമുണ്ട്. അപ്പോൾ ഈ പോയി എടുക്കുന്ന കാര്യമൊക്കെ ഓർത്തിട്ട് അങ്ങനെ മടിച്ചിരിക്കുകയായിരുന്നു. നാളെ ഒന്നല്ല 2 കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ വേദയ്ക്ക് ഡ്രസ്സ് എടുത്തില്ല, അതുകൊണ്ട് വേദയ്ക്ക് എന്തായാലും ഇതുവരെ വന്നേലേ അടുത്തുള്ള സ്മാർട്ട് ബസാറിലും സ്റ്റുഡിയോയിലും ട്രെൻഡ്സിലും മാക്സിലും ഒക്കെ കയറി നോക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അവിടെ അടുത്തടുത്ത് തന്നെ ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, എല്ലായിടത്തും ഒന്ന് കയറി നോക്കാമെന്ന് കരുതി. അത്ര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, ഒരു 5-6 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. 6-6:30 ആയപ്പോൾ നമ്മളവിടെ എത്തി. പിന്നെ സ്മാർട്ട് ബസാർ ഒക്കെ കയറി ഇറങ്ങി പെട്ടെന്ന് തന്നെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ കയറിയ പാടെ ഈ ഒരു ടീഷർട്ട് എനിക്ക് വേദയ്ക്ക് വാങ്ങാനായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ടിങ്ങനെ കുറേ നോക്കിയപ്പോൾ അവിടെ ഷോർട്സിൻ്റെ കളക്ഷൻസ് കുറവാണ്, കൂടുതലും ജീൻസാണ് ഉള്ളത് കേട്ടോ. എന്നിട്ടിങ്ങനെ കുറേ നോക്കി. അപ്പോൾ അമ്മ സെപ്പറേറ്റ് ആയിട്ട് വേദയ്ക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് കാശ് തന്നു. ഇത് അമ്മ തന്ന കാശിന് ആ ഒരു ഫ്രോക്ക് പോലത്തെ സാധനം വാങ്ങി കേട്ടോ. അതെനിക്കും ചീമയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അമ്മ ഫ്രോക്ക് തന്നെ വാങ്ങണമെന്ന് പറഞ്ഞ് വിട്ടതാണ്. അമ്മയ്ക്ക് ചില പ്രത്യേകതരം ഫ്രോക്കുകളുണ്ട് വേദയ്ക്ക് ഇട്ടാൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ വാങ്ങി. ആ ഒരു ഫ്രോക്ക് വാങ്ങിയിട്ട് നോക്കിയപ്പോൾ ഈ ഒരു ടീഷർട്ട് കിടക്കുന്നുണ്ടപ്പോൾ ഇതെനിക്കിഷ്ടമായി. അങ്ങനെ മറ്റേ ടീഷർട്ടിനെ മാറ്റിയിട്ട് ഈ ഒരു ടീഷർട്ട് വേദയ്ക്ക് എടുത്തു. ഷോർട്സ് നോക്കിയപ്പോൾ ഷോർട്സ് ഇല്ല, ഫുൾ ജീൻസാണ് കേട്ടോ. എന്നിട്ട് പതിയെ താഴോട്ട് വന്നപ്പോഴേക്കും നല്ല ഓഫറിൽ ഒരുപാട് സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ലേഡീസ് വെയർ ആയാലും കിഡ്സ് വെയർ ഒന്നും അധികം കളക്ഷൻസ് ഇല്ല, എങ്കിലും ജെൻസിൻ്റെയും ലേഡീസിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് നല്ല റേറ്റിൽ, ഡിസ്കൗണ്ട് റേറ്റിലൊക്കെ നല്ല ഓഫറിൽ ഇട്ടേക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചീമയും ഒരു ടീഷർട്ട് നോക്കി, ഞാനും ഒരു ടീഷർട്ടല്ല ആക്ച്വലി ഒരു ടോപ്പ് നോക്കി, ഞാനും ഒരെണ്ണം നോക്കി. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഒരു യെല്ലോ ടീഷർട്ടും ചീമ ആദ്യം കാണിച്ചില്ല, അത് ചീമയ്ക്ക് ആ ഒരു ഷർട്ടും ചീമ എടുത്തു. എന്നിട്ട് ഞങ്ങൾ ബില്ല് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറേ ലെഗിൻസ് ഒക്കെ എടുത്തായിരുന്നേ. ഞാനൊരു 3 ലെഗിൻസും എടുത്തു, ചീമ ഒരു 2 ലെഗിൻസും ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എന്തോ നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ അഡീഷണൽ എത്ര രൂപ കൂടെ കൊടുക്കുമ്പോൾ കാസറോൾ കിട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് കണ്ടിട്ട് ഇഷ്ടമായില്ല കാസറോൾ, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. കാസറോളൊന്നും വാങ്ങിയില്ല. അപ്പോൾ ലെഗിൻസും വേദയ്ക്ക് 2 ടോപ്പും എനിക്കൊരു 3 ലെഗിൻസും ടീഷർട്ടും ഒക്കെ, അങ്ങനെ ചീമയ്ക്ക് 2 എണ്ണം എടുത്തു. ചീമയ്ക്കുള്ളത് ചീമ തന്നെ പൈസ എടുത്തട്ടെ, ഞാൻ എനിക്കുള്ളതും വേദയ്ക്കുള്ളതും കൊടുത്തായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറേ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര രൂപയ്ക്ക് വാങ്ങുമ്പം ഇത്ര രൂപ കിട്ടും. 149 രൂപ കൊടുത്തിരുന്നെങ്കിൽ കാസറോളൂടെ കിട്ടിയാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടില്ല, വീട്ടിൽ നിറയെ കാസറോളുണ്ട്, അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് കാസറോൾ വാങ്ങിയില്ല. അത് ഇത്ര രൂപയ്ക്ക് ഷോപ്പ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഓഫർ കിട്ടുന്നത്. കൂടുതൽ ഷോപ്പ് ചെയ്യുമ്പോൾ വേറെ എന്തൊക്കെയോ കൂടുതൽ ഡിന്നർ സെറ്റ് ഉണ്ട്, ട്രോളി ഉണ്ട്, പിന്നെ എന്തോ ബാഗുണ്ട്. അങ്ങനെയൊക്കെ കൂടുതൽ ഷോപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ ഓഫേഴ്സുള്ള സാധനങ്ങൾ, കൂടുതൽ വിലയുള്ള സാധനങ്ങൾ ചെറിയ പ്രൈസിന് നമുക്ക് തരും കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഞാൻ സുഡിയോയിലേക്ക് പോയി. സുഡിയോയിൽ വേദയ്ക്ക് ഷോർട്സ് ഉണ്ടെങ്കിൽ വാങ്ങാൻ വേണ്ടി സുഡിയോയിൽ പോയപ്പോൾ ഒരു ഷോർട്സ് കിട്ടി കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തോന്നറിയില്ല, കുറച്ചൊന്ന് താമസിച്ചു, ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നുകൊണ്ട് പിന്നെ കാര്യമായിട്ട് വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ കയറി വേദയ്ക്ക് ഒരു ഷോർട്സ് എല്ലാം എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വേദയ്ക്ക് ആ ഫ്രോക്ക് ഒന്ന് ഇട്ട് നോക്കുകയാണ്, ഓക്കെ ആണോ ഇല്ലേ എന്നുള്ളത്. നാളെ കല്യാണത്തിനിടാനുള്ളതാണ്. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ കൊള്ളാം. ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിനിടാൻ മറ്റൊരു ടീഷർട്ടും ഷോർട്സും കൂടെയാണ് വാങ്ങിയത്. പക്ഷേ ഇട്ടപ്പോൾ കുറച്ചുകൂടെ ഭംഗിയും വേദയുടെ അമ്മൂമ്മയ്ക്ക് കാണിച്ചപ്പോൾ അമ്മൂമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സും ഇതാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇത് തന്നെ കല്യാണത്തിനിട്ടു. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര വരെയാണ്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ അമ്മയ്ക്ക് ചെക്കപ്പ് ഡേറ്റ്, ഡോക്ടർ റിവ്യൂവിന് ചെല്ലാൻ പറഞ്ഞ ഡേറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ എത്ര മണിക്ക് ചെല്ലണം എന്ന് പറഞ്ഞപ്പോൾ ഒരു 9:30 10:30 ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ 9 o'clock ആയപ്പോഴേ ഞങ്ങൾ വീട്ടിൽ നിന്ന് റെഡിയായി ഇറങ്ങി കേട്ടോ.
അപ്പോൾ അമ്മ ഭയങ്കര സന്തോഷത്തിലാണ്, ഇന്ന് എൻ്റെ മൂക്ക് തുറക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു സന്തോഷത്തിലാണ്. 1 വീക്കായിട്ട് മൂക്ക് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ബ്രീത്ത് ചെയ്യുന്നതെല്ലാം വായിക്കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട്. പക്ഷേ അമ്മയ്ക്ക് ഓൾറെഡി ഈ സൈനസൈറ്റിസ് കാര്യങ്ങളൊക്കെ നല്ല ഡീപ്പായിട്ടുള്ളതുകൊണ്ട് ഓൾറെഡി മൂക്കെല്ലാം അടങ്ങിയാണ് ഇരുന്നത്. പക്ഷേ ഇത്രയും അടങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ സർജറി കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് അടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചെല്ലുമ്പോൾ ഡോക്ടർ അതിനെ എന്തോ അകത്തൊക്കെയുള്ള സാധനങ്ങൾ റിമൂവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബ്രീത്ത് ചെയ്യാൻ പറ്റും. നോർമലി ഒരു 3 വീക്സ് എടുക്കും ഇത് കറക്റ്റ് ഹീലാവാനായിട്ട്. ബട്ട് ഒരു ഫസ്റ്റ് വീക്കിലെ റിവ്യൂവിൽ ചെല്ലുമ്പോൾ തന്നെ കുറച്ചൊന്ന് ഓപ്പൺ ചെയ്ത് തരാം. അങ്ങനെ 2-3 വീക്കായിട്ട് 3 വീക്കാകുമ്പോൾ കംപ്ലീറ്റ് അത് മൂക്കെല്ലാം ഓപ്പണായി ഹീലായി റെഡിയാവും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് അമ്മ. ശരിക്കും ഒന്ന് ഉറങ്ങിയിട്ട് 7 days ആയെന്നാണ് അമ്മ പറയുന്നത്. ഉറങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് തന്നെ കുറച്ച് മൂക്കൊന്ന് അടങ്ങിയിരുന്നാൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് അടങ്ങിയിരുന്ന് ഒരു 7 ദിവസം കൊണ്ട് ഉറങ്ങാനും ഒന്നിനും പറ്റാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ അമ്മയ്ക്ക് മാത്രമേ അറിയാവൂ കേട്ടോ. അമ്മ ഓക്കെ ആയി വരുന്നുണ്ട്. പക്ഷേ ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തത് അമ്മയ്ക്ക് വല്ലാണ്ടത് അമ്മയെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇന്ന് ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ അധികം തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെന്ന പാടെ നമ്മളെ കയറിയിട്ട് ഡോക്ടർ പറയുകയാണ്, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കുകയാണ്. ഡോക്ടറോട് പറയുകയാണ്, എനിക്കൊന്നിനും പറ്റുന്നില്ല, ഞാൻ ആകെ പോയി, എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ വിഷമം പറയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, പേടിക്കണ്ട, ഇന്നിപ്പോൾ കുറച്ച് ഓപ്പൺ ചെയ്ത് തരാം. പക്ഷേ ഇന്ന് ഫുൾ ഓപ്പൺ ആവത്തില്ല, കുറച്ച് കൂടെ അതാവും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ വിളിച്ച് ചീമ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. നമുക്ക് സംഭവങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. അവരുടെ ഭാഷയിൽ, ഡോക്ടർമാരുടെ ഭാഷയിൽ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ചീമയുടെ എക്സാം എപ്പോഴാണ് എന്നൊക്കെ ഉള്ളത്. അവൾക്ക് ഡിസംബറിലാണ് എക്സാം. അങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ എക്സാമിൻ്റെ കഴിഞ്ഞാലേ അവൾക്ക് ഇൻറ്റേൺഷിപ്പ് ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അമ്മയുടെ സർജറി കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവളും കുറച്ച് ബിസിയായി. സ്റ്റഡീസിൽ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എങ്കിലും അവളുള്ള സമയത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ എന്തൊക്കെയോ ഡോക്ടേഴ്സ് ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. നമുക്കൊന്നും മനസ്സിലായില്ല. നമ്മൾ വായും തുറന്ന് ഇങ്ങനെ കേട്ടുകൊണ്ട് നിന്ന് കേട്ടോ. അങ്ങനെ അമ്മ അവിടെ കയറ്റി കിടത്തി മൂക്കിനകത്തൊക്കെ എന്തൊക്കെയോ ഡോക്ടർ ചെയ്യുന്നുണ്ട്. കുറേ ഇങ്ങനെ ബ്ലഡ് പോലെയൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മൂക്കിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടപ്പോൾ തന്നെ പേടിയായി. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല. നല്ല കാര്യമായിട്ട് എന്തൊക്കെയോ കുറേ ചതയോ എന്തൊക്കെയോ സാധനങ്ങളിങ്ങനെ മൂക്കിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു ബ്രീത്ത് ചെയ്യാൻ ഇപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ബ്രീത്ത് ചെയ്യാൻ അതൊക്കെ കുറച്ച് റിമൂവ് ചെയ്തപ്പോൾ നമുക്ക് നല്ല ഭേദം തോന്നുന്നുണ്ട്, അതെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് അമ്മ നിൽക്കുകയാണ് കേട്ടോ. ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഉള്ള ഒരു ഇതിൽ. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയോ മൂക്കിൽ നിന്ന് എടുത്തതിൻ്റെ ഇതുള്ളത് കൊണ്ട് പഞ്ഞി മൂക്കിൽ വെച്ചു കൊടുത്തു കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറയായിരുന്നു, ജീവനോടെ മൂക്കിൽ പഞ്ഞി വെച്ചു എന്നങ്ങനെ അമ്മ. അപ്പോൾ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. എന്നെങ്കിലും എനിക്കൊന്ന് ശരിക്കും കിടന്നുറങ്ങാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് അമ്മ. അങ്ങനെ ഡോക്ടർ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടുത്ത കറക്റ്റ് ഒരു 1 വീക്ക് ആകുമ്പോൾ അടുത്ത് വീണ്ടും റിവ്യൂവിന് വരാൻ പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടെ ഇത് ഓക്കെ ആവും എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ് ഒരു അടുത്ത എന്തൊക്കെയോ മെഡിസിൻസോ കാര്യങ്ങളൊക്കെ എഴുതി തരാം കേട്ടോ. അടുത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് എഴുതി തരാണ്. അപ്പോൾ അച്ഛനും കൂടെ ഉണ്ട് കേട്ടോ. അച്ഛൻ പോയി മെഡിസിനൊക്കെ വാങ്ങിയിട്ട് വന്നപ്പോൾ ഞാൻ കാർ എടുത്തിട്ട് വന്നു. ഞാനിന്ന് വലിയ പൊട്ടൊക്കെ കുത്തിയിട്ടാണ് വന്നത് കേട്ടോ. പെട്ടെന്ന് അവിടെ നോക്കിയപ്പോൾ ഈ ഒരു പൊട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ചുമ്മാ ഒന്ന് കുത്താനായിട്ട് തോന്നി, അങ്ങനെ ആ പൊട്ട് കുത്തി. അങ്ങനെ അച്ഛനും ചീമയും ഫാർമസിയിൽ പോയി മെഡിസിൻ എന്തൊക്കെ വാങ്ങിയാണ്. ഞാനും അമ്മയും കൂടെ കാറിലേക്ക് പോകുവാണ്. പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച അമ്മയ്ക്ക് മൂക്ക് ഓപ്പൺ ആയെങ്കിലും വീടെത്തിയപ്പോൾ അമ്മയുടെ മൂക്ക് വീണ്ടും അടങ്ങി കേട്ടോ. അങ്ങനെ ആകെ വിഷമത്തിൽ അമ്മ ഇരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു കുറവില്ലെങ്കിൽ ഒന്നുകൂടെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ആകെ വിഷമത്തിലാണ്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് കുറവില്ലാതെ വന്നപ്പോൾ വീണ്ടും ഞങ്ങൾ പോയായിരുന്നു കേട്ടോ. എന്നും കുറേ ഇതുപോലെ മൂക്കിൽ നിന്നൊക്കെ എടുത്ത് എന്തൊക്കെയോ പുതിയ സ്പ്രേ ഒക്കെ തന്നു. പക്ഷേ അമ്മ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അമ്മയ്ക്ക് ഭയങ്കര വിഷമം കേട്ടോ, ഇത്രയും ബുദ്ധിമുട്ടുന്നു എന്നുള്ളൊരു വിഷമം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.